ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നേർക്കുനേർ കണ്ടുമുട്ടിയതാണ് ഇന്നത്തെ ഗോസ്പൽ. കുറച്ചും കൂടി എളുപ്പമുള്ള ഭാഷയിൽ പറയുകയാണെങ്കിൽ കീരിയും പാമ്പും ഒരുമിച്ച് കണ്ടുമുട്ടിയതാണ് ഇന്നത്തെ ഗോസ്പലിൽ. യേശുവും പിശാചും ഒരുമിച്ച് കണ്ടുമുട്ടി. ഇത് ഗോസ്പൽ യേശു മറുകരയിലെത്തി. അവിടെ 2 പിശാച് ബാധിതരാണ്. ആ വഴിയിൽ പോലും ആരും നടക്കാൻ പറ്റാത്ത രീതിയിൽ പിശാച് 2 പേരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ മൊത്തം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് യേശുവും പിശാചും നേർക്കുനേർ കാണുന്നത്. ഇവർ പ്രതിപക്ഷവും ഭരണപക്ഷമാണല്ലോ, കീരിയും പാമ്പുമാണല്ലോ. ഒരിക്കലും ചേരാൻ പാടില്ല. അങ്ങനെ നിൽക്കുന്ന 2 പേര് നേർക്കുനേർ കണ്ടുമുട്ടിയപ്പോൾ ഉടനെ പിശാച് പറഞ്ഞു, നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണേ? ഞങ്ങളെ പീഡിപ്പിക്കാമെന്നാണോ? വളരെ റെലവൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. പക്ഷേ ആ വചനത്തിന് ഉത്തരം യേശു പറഞ്ഞതായിട്ട് ഗോസ്പൽ ഒന്നും കൊടുത്തിട്ടില്ല. തൊട്ടടുത്ത വചനം എന്താണെന്നറിയോ? ആ പിശാച് പറഞ്ഞു, ഒരപേക്ഷയുണ്ട്, ഞങ്ങൾ ആ പന്നിക്കൂട്ടത്തിലേക്കൊന്ന് വിടാവോ? ഇവിടെയാണ് യേശുവിനൊരു പ്രത്യേകത. ഒരിക്കലും ചേരാൻ പാടില്ലാത്ത 2 പേര് കണ്ടുമുട്ടിയപ്പോഴും യേശു ഒരു സ്പേസ് കൊടുത്ത ആ പിശാചിന്. അവന് പറയേണ്ടതെല്ലാം യേശു കേട്ടു. അവന് പറയാനൊരു സ്വാതന്ത്ര്യം കൊടുത്തു. ആ പറഞ്ഞതെല്ലാം യേശു വളരെ ശ്രദ്ധയോടെ കേട്ട് അവസാന ഉത്തരം കൊടുത്തു. അതാണ് ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ അനുവദിച്ചത്. ഒന്ന് ശ്രദ്ധിച്ചേ, 2 പേര് ഒരിക്കലും ചേരില്ലെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അവർ കണ്ടുമുട്ടിയപ്പോൾ യേശു വളരെ പക്വതകരമായിട്ടല്ലേ ആ പ്രശ്നം ഡീൽ ചെയ്തത്. എത്ര ശ്രദ്ധയോടെയാണ് യേശു കേട്ടത്. എല്ലാത്തിനും ഉത്തരം കൊടുക്കാൻ നിന്നോ? ഇല്ലല്ലേ. വളരെ ശ്രദ്ധയോടെ കേട്ട് അവർക്കൊരു സ്പേസ് കൊടുത്തു. പറയേണ്ട എല്ലാം പറയാൻ അനുവദിച്ചു. എന്നിട്ട് പറഞ്ഞു, പൊയ്ക്കോ, ആ പന്നിക്കൂട്ടത്തിലേക്ക് പൊയ്ക്കോ. അങ്ങനെ ആ പിശാച് പന്നിക്കൂട്ടത്തിലേക്ക് പോയി. നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറേ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നും ഒരു നിർബന്ധമില്ല. നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ കൂടെ ജീവിക്കുന്നവരിടയിലൊക്കെ നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യങ്ങളും വ്യക്തികളൊന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അവർക്കൊരു സ്പേസ് കൊടുക്കണം. അവർ പറയാൻ അനുവദിക്കണം. ഈ പറയുന്നതിനിടയിൽ എവിടെയെങ്കിലും ഒരു ശരിയുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അവരെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ചേക്കും. എനിക്ക് തോന്നുന്നു യേശു ഇത്രയും മനോഹരമാകുന്ന എന്താണെന്നറിയോ? യേശു എല്ലാവർക്കും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്പേസിലാണ് എല്ലാവർക്കും യേശുവിലേക്കൊരു അട്രാക്ഷൻ തോന്നിയത്. നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ, നമ്മുടെയൊക്കെ ചുറ്റുമുള്ള മനുഷ്യരുടെ ഇടയിലൊക്കെ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ പറയുന്ന പൊട്ടത്തരങ്ങളായിരിക്കാം, ചിലപ്പോൾ പറയുന്നതൊക്കെ തെറ്റുകളായിരിക്കാം. എങ്കിലും മുമ്പിലിരിക്കുന്നവർക്ക് പറയാനൊരു സ്പേസ് കൊടുക്കുകയാണെങ്കിലേ അവർ കുറച്ചും കൂടി ബഹുമാനിക്കപ്പെടുന്നൊരു തോന്നലുണ്ടാകും. ആ ബഹുമാനിക്കപ്പെടുന്ന തോന്നലിനിടയിൽ ബഹുമാനിക്കപ്പെടുന്ന ആരാണെന്നറിയോ? നമ്മളായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.